കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ തോറ്റാൽ ആരാകും അതിനുത്തരവാദി? ഇതിനൊറ്റ ഉത്തരമേ കേരള കോൺഗ്രസുകാർക്ക് പറയാനാകൂ. അത് CPM എന്നു തന്നെ. അതിനാൽ കേരള കോൺഗ്രസിന്റെ ഭാവി അടയാളപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് വിധിയാകും വരാൻ പോകുന്നത്. അത് ചാഴിക്കാടന് അനുകൂലമാവുകയുമില്ല. CPMന്റെ ആട്ടും തുപ്പും ചവിട്ടുമേറ്റ് കേരള കോൺഗ്രസിനും ജോസ് കെ മാണിക്കും LDFൽ ഇനി എത്ര കാലം തുടരാനാകും? പൈതൃകമായി കിട്ടിയ പാർട്ടിയും രണ്ടില ചിഹ്നവും സ്വന്തം പിതാവിനെ തെറിപറഞ്ഞവർക്ക് കാഴ്ചവെച്ചതിന് കാലം കാത്തുവെച്ച ശിക്ഷയാകും അത്. തുടക്കത്തിൽ പാലായിലും ഇപ്പോൾ കോട്ടയത്തും കേരള കോൺഗ്രസിനെ സ്വന്തം മുന്നണിക്കാർ തന്നെയാണ് ചവിട്ടി ഒതുക്കിയത്. ആ ചതവും മുറിവുമായാണ് പാർട്ടിയുടെ നിൽപ്പ്. ആത്മാഭിമാനത്തോടെ എങ്ങനെയാണ് ജോസ് കെ മാണിക്ക് ഇനിയും ഈ മുന്നണിയിൽ തുടരാൻ കഴിയുക എന്ന് ചോദിക്കുന്നതും അതിനാൽ തന്നെ. സ്വന്തം വീട്ടിൽ കയറി വന്ന് കാരണവർക്ക് കൊടുക്കാനുള്ള അടി മരുമകനിട്ട് കൊടുത്ത പോലെ ആയിരുന്നു നവകേരള സദസ്സിലെ അനുഭവം. ഇത് അഭിമാനമുള്ള കേരള കോൺഗ്രസ് അണികൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. ഇതിൽ അവർക്ക് അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ കോട്ടയത്തെ CPMന് തുടക്കമേ കഴിഞ്ഞിട്ടില്ലെന്നതാണ് വാസ്തവം. മുന്നണിയിലെ പ്രധാന കക്ഷികളിൽ ഒന്നാണ് എന്ന പരിഗണന CPM അവർക്ക് നൽകുന്നുമില്ല. പാലായിൽ ജോസ് കെ മാണിയുടെ തോൽവിക്ക് പിന്നിലും ഈ വികാരമാണ് അടിയൊഴുക്കായി വർത്തിച്ചത്. തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് വീണ്ടും വിജയിക്കണമെന്ന് CPMന് ആഗ്രഹമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാഴിക്കാടനെതിരെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ VN വാസവനെയാണ് അതേ ചാഴിക്കാടനെ വിജയിപ്പിക്കാൻ ഇത്തവണ ഏൽപ്പിച്ചു കൊടുത്തതെന്നത് രസകരമല്ലേ? വാസവന് അത് നന്നേ രസിച്ച് പ്രവർത്തിക്കാനുമായി. തുടക്കമേ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയോടായിരുന്നു വാസവന് താല്പര്യമെന്ന് ഇപ്പോൾ കേരള കോൺഗ്രസുകാർ പരാതി പറയുന്നുണ്ട്. അത് നേരുമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിലും ഈ ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. വാസവനെതിരെ മത്സരിച്ച ചാഴിക്കാടന് വോട്ട് കിട്ടില്ലെന്നും ഉടത്തിനായിരിക്കും അത് ലഭിക്കുകയെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. കൊട്ടിക്കലാശ ദിവസം മന്ത്രി വാസവനെ എങ്ങും കണ്ടതേയില്ല. നിറംകെട്ട കൊട്ടിക്കലാശമായിരുന്നു കോട്ടയത്തേത്. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. CPMൽ നിന്നും കേരള കോൺഗ്രസിന് എത്ര തവണയാണ് ചവിട്ടേറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്? നവകേരള സദസ്സിൽ തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പരിഹസിച്ചത് പാർട്ടിയുടെ മുഖത്തേറ്റ കനത്ത അടിയായിരുന്നു. പാർട്ടിയുടെ തട്ടകത്തിൽ വന്ന് മുഖ്യമന്ത്രി സ്വന്തം MPയെ അപമാനിക്കുമ്പോൾ പാർട്ടി ചെയർമാൻ വേദിയിൽ കാഴ്ചക്കാരനായി ഇരിക്കാനേ കഴിഞ്ഞുള്ളൂ. സത്യത്തിൽ ചാഴിക്കാടന് കിട്ടിയ വിരട്ട് ജോസ് കെ മാണിക്ക് കൂടിയുള്ളതായിരുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം ഒഴിവാക്കി ചാഴിക്കാടൻ പ്രതികാരം തീർത്തു. പത്രത്തിൽ നൽകിയ പരസ്യത്തിലും പിണറായിയുടെ മുഖം ഒഴിവാക്കി. LDFനേക്കാൾ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത്. മണ്ഡലത്തിൽ നാട്ടിയ ഫ്ലെക്സ് ബോർഡുകളിലും പിണറായി വിജയന്റെ മുഖമുണ്ടായിരുന്നില്ല. മുന്നണിക്കുള്ളിലെ അസ്വാരസ്യമാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. ചാഴിക്കാടന്റെ വിജയം CPM ആഗ്രഹിക്കുന്നില്ലെന്നത് ജോസ് കെ മാണിക്കും തോമസ് ചാഴിക്കാടനും നന്നായി അറിയാം. ഫലം വരുമ്പോൾ കോട്ടയത്ത് LDF 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഓരോ ചവിട്ടിലും കേരള കോൺഗ്രസ് പിടയുകയാണ്. ചവിട്ടിയൊതുക്കൽ തുടർന്നാൽ അധികകാലം കേരള കോൺഗ്രസിന് ഈ തൊഴുത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. രണ്ടിലയുമായി അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. അത് എപ്പോഴായിരിക്കും, എങ്ങോട്ടായിരിക്കും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ആ കുടിയിറങ്ങലിന് ഇനി അധിക നാൾ വേണ്ടി വരില്ല.